555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി ഇനി നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വലിയൊരു മാറ്റം ഈ വ്യക്തിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എനർജി. അപ്പൊ ഇതിനോട് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏഞ്ചൽസ് മെസ്സേജസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എനർജി എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നമ്മൾ 8 കാർഡ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജി നമ്മൾ നോക്കാൻ പോകുന്നത് 3 കാർഡ്സ് വെച്ചിട്ടാണ്. അതാണ് 3 കാർഡ്സ് ഇൻ ദ സെയിം കാറ്റഗറിയിൽ ഇരിക്കുന്നത്. ഓക്കെ, 3 കാർഡ്സ് ആണ്. കാർഡ്സ് എല്ലാം ശരിക്കും ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് പ്രധാനമായും എന്ത് എനർജിയാണ് ഈ പ്രണയബന്ധത്തിൽ വന്നിട്ടുള്ളത്, അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള എനർജീസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഐ മീൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 3 കാർഡ്സ് ആണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. അട്രാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ യു ആർ അട്രാക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ടു യുവർ ലൈഫ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് വന്നിട്ടുള്ള ഒരു വെളിപാട്, അല്ലെങ്കിൽ ഒരു വകതിരിവ്, അല്ലെങ്കിൽ ഒരു അറിവ്, മാറ്റം എന്ന് പറയുന്നത്, ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അതിനേക്കാൾ ഉപരി നിങ്ങളാണ് ബെസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം, ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ സ്വഭാവം, ദ വേ ഓഫ് തിങ്കിങ്, ദ വേ ഓഫ് ടോക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ, ഇതൊന്നും തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങളെ അത്രത്തോളം ശ്രദ്ധിക്കാനും നിങ്ങളിലേക്ക് വരാനും ഒന്നും ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ലായിരിക്കാം. കാരണം ഈ വ്യക്തിക്ക് വേറെയും പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. അത് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതൊരു ഇമാജിനേഷൻ ആയിരിക്കാം, മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്കോ ഈ വ്യക്തിയുടെ കൺമുന്നിലേക്കോ വരുന്നതും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കാം, നിങ്ങളുടെ സ്ഥലമായിരിക്കാം, നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം, ഇഷ്ടപ്പെട്ട വസ്ത്രം, അല്ലെങ്കിൽ പൂക്കള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ശരിക്കും ഓർക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന തലത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്രയും വലുതാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ആദ്യമൊന്നും ഒരുപക്ഷെ അട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം, താല്പര്യമില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം നിങ്ങളുടെ അടുത്ത് ആകർഷണം തോന്നിക്കുകയും ഹോണസ്റ്റി, ലോയൽറ്റി, അഫെക്ഷൻ, അതായത് സത്യസന്ധത, സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും വലിയൊരു എനർജിയാണ്. ബിക്കോസ് ഫസ്റ്റ് കാർഡ് തന്നെ വി ഗോട്ട് ദ അട്രാക്ഷൻ, അതൊരു ആകർഷണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആ സെയിം എനർജിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് കാർഡ് നോക്കാം. കണക്ഷൻ ആണ് കാണിക്കുന്നത്. ലവ് ഇസ് ദ ബ്രിഡ്ജ് കണക്ടിങ് സോൾസ്, ചെറിഷ് ദോസ് കണക്ഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ചേരാറുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യാം, നേരിട്ട് കാണാം, നേരിട്ട് സംസാരിക്കാം, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോലും അവിടെ എന്തെങ്കിലും ഒരു റിവേഴ്സ് ആയിട്ടുള്ള എനർജി സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരുന്നത്. നേരിട്ട് കാണാൻ, സംസാരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്നുള്ള സംസാരം. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെയും സോളിന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇനി ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സന്റെ എനർജിയിൽ വന്നിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്ന ആ ഒരു പുതിയ എനർജി എന്ന് പറയുന്നത് കണക്ഷൻ ആണ്.
അപ്പൊ ഈ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് സ്വപ്നങ്ങളിലൂടെ ആകാം, ഇമാജിനേഷൻ, മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ സംഭാഷണം, ഫോണിൽ കൂടെയുള്ള സംസാരമാകാം, ചാറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്നതാകാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ആകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്കിടയിൽ പെട്ടെന്ന് കണക്ട് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്. ഇതും അത്ര നിസ്സാരമായിട്ടുള്ള ഒരു എനർജി അല്ല. കാരണം അവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ, സ്ട്രോങ് ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കാത്ത തലത്തിലേക്ക് നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒരു കണക്ഷനിലേക്ക് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സാക്രിഫൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതൊരു ത്യാഗം, ഓക്കെ, ത്യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ലവ് മേ കം വിത്ത് സാക്രിഫൈസസ്, ഇവാലുവേറ്റ് വാട്ട് യു ആർ വില്ലിംഗ് ടു ഗീവ് അപ്പ്. അപ്പം ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചില കാര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് മേ ബി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങളാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യജിക്കണം. എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വേണമെങ്കിൽ നമ്മൾ നല്ലോണം ഇരുന്ന് പഠിക്കണം, അല്ലേ? ഉറക്കൊളച്ചിരുന്ന് പഠിക്കണം, രാവും പകലും കഷ്ടപ്പെടണം, നന്നായി പഠിക്കണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് അന്നേരത്തെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാം പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കും. എന്ന് പറയുന്നത് പോലെ ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ധ്യാനമല്ല, ത്യജിക്കേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യം വേണ്ടാന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു തലത്തിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തോ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് സക്സസ് ആവുകയുള്ളൂ. അപ്പൊ അതെന്താണോ വേണ്ട എന്ന് വെക്കേണ്ടത് അത് ചെയ്യാൻ പറ്റും, അതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സന്റെ സോള് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഒരു ത്യാഗവും സഹിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. നടക്കുന്ന പോലെ നടന്നാൽ മതി, എനിക്ക് അങ്ങനെ ഒരു കാര്യവും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പിടിവാശിയായിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാവുന്നത്. പക്ഷെ ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പേഴ്സണിൽ അത്തരം ഒരു ചിന്ത മാറി നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മാറിയിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാം, എന്ത് കാര്യവും വേണ്ടാന്ന് വെക്കാം എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ബോത്ത് റിലേഷൻഷിപ്പ്, പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും എന്താ പറയാ, പ്രണയ ജീവിതത്തിലും കരിയർ പരമായിട്ടുള്ള ജീവിതത്തിലും എല്ലാ തലത്തിലും ഈ പേഴ്സൺ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ എന്താണ്. ഏകദേശം ഈ ഒരു എനർജിയോട് തന്നെയാണ്, പക്ഷെ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഈ നോക്കിയിരിക്കുന്ന 3 കാർഡ്സ് എന്ന് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള മാറ്റമാണ്. അപ്പൊ ഭൗതികം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ്, സാധാരണ ഈ ലോകത്ത് ജീവിക്കുന്ന ലൈഫ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ലൈഫിൽ ഈ വ്യക്തിക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഓപ്പണിംഗ് ഹാർട്ട് ആണ്, ഡീപ് കണക്ഷൻ, വാട്ടർ ബ്ലെസ്സിങ്സ് ആണ്. നമ്പർ 11 ആണ് കിട്ടിയിട്ടുള്ളത്. 11 അല്ലെങ്കിൽ 11 111 ഇതൊക്കെ ഈ പേഴ്സൺ കാണുന്നുണ്ടാകാം, മേ ബി നിങ്ങളും കാണുന്നുണ്ടാകാം. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പോലും ഹാർട്ട് ചക്ര ആക്ടിവേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള എനർജീസ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോ ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എനർജീസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചുറ്റുപാട് എവിടെ നോക്കിയാലും പോസിറ്റീവായിട്ടുള്ള വീട്ടുകാരായിരിക്കാം,
പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ, ചിന്തകൾ, ചുറ്റിനുമുള്ള ആൾക്കാർ വളരെ പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണ് കൂടുതലും താല്പര്യമുണ്ടായിരുന്നത് അസറ്റ്സിനോടാണ്. അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഭൗതികപരമായിട്ടുള്ള സുഖങ്ങൾ. അതിപ്പോ പറഞ്ഞു വരുമ്പോൾ അതും വേണം. അതായത് ഇപ്പോൾ പണം കുറെ സമ്പാദിക്കണം, അല്ലെങ്കിൽ വീട്, കാറ്, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, എന്ത് കാര്യം അധികമായി കഴിഞ്ഞാൽ അത് കൊള്ളില്ല. അപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിലും ചിന്തകളിലും അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ആഗ്രഹം വളരെയധികം കൂടുതൽ ഉണ്ടായിരുന്നു. ഓക്കെ, നന്നായിട്ട് സമ്പാദിക്കണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നുമൊക്കെ ചെറുതായിട്ട് പുറകിലേക്ക് വലിഞ്ഞ് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എവിടെ നിന്നോ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അത് ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ആണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണ്, ഈ പേഴ്സന്റെ ഹൃദയം തുറക്കുന്നു. ഈ പേഴ്സന്റെ ഹൃദയം തുറന്ന് എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. സോറി കേട്ടോ, പുറത്ത് നല്ല മഴയാണ്, അതാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഒച്ച, അതുണ്ടാകും, അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ, നല്ല മഴയാണ് ഇപ്പോൾ കേരളത്തിൽ, കംപ്ലീറ്റ് മഴയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് എന്താണ് പ്രണയത്തിലേക്കും ആ ഒരു സ്നേഹം, ഓക്കെ, അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞ പ്രണയം, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സ്നേഹം, ഇതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂ ലവിൻ്റെ ആ ഒരു എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഓക്കെ, ഇനി ഈ വ്യക്തിയുടെ സോള് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു എനർജി എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബാലൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, നമ്പർ 40 ആണ്. സ്റ്റെബിലിറ്റി, സ്റ്റാൻഡിങ് ഫേം ആണ്. മേ ബി ടു അഡിക്റ്റഡ് ഇൻ വർക്ക്. അതായത് ഈ പേഴ്സൺ ഫുൾ ടൈം ഒരു പക്ഷേ ജോലിയിൽ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, ജോലിയിൽ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ജോലിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, ഇപ്പം ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുക, അങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. വളരെയധികം ഓവർ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയും അതിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ വേറെ കാര്യങ്ങളിലേക്ക് പോകാനോ ഒന്നും താല്പര്യവുമില്ല, നേരവുമില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം വിജയിക്കില്ല, പ്രണയം വിജയിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാലൻസ് ആണ്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവ് അല്ലേ. അപ്പോൾ എന്നാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ, ലൈഫ് വിജയിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് ബാലൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഓക്കെ, അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളോ തീരുമാനങ്ങളോ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഫ്ലവർ ആണ് കിട്ടിയിട്ടുള്ളത്. ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു സത്യസന്ധമായി നിൽക്കാനായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ബഹുമാനം, ആദരവ്, സ്നേഹം അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ ഈ പേഴ്സണ് കിട്ടിയിട്ടില്ല. പക്ഷെ അതൊരിക്കലും നിങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ
ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അങ്ങനത്തെ ഒരു പോളിസിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടിയാൽ നിങ്ങൾ തിരിച്ച് റെസ്പെക്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും വിചാരിച്ചിരുന്നത് സ്വന്തം കാര്യം മാത്രമാണ്. സ്വന്തമായി ചെയ്യുകയും പ്രവർത്തിക്കുകയും പറയുന്നതും എല്ലാം സത്യമാണ്, മറ്റുള്ളവർ തെറ്റാണ്. ഈ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സൗഹൃദമായിരിക്കാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രണയങ്ങളും ആകാം. പക്ഷേ ഈ പേഴ്സൺ ഒരിക്കലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനോ അത് തിരിച്ചറിയുവാനോ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തമായി സത്യസന്ധമായിട്ട് നിൽക്കാനും മറ്റുള്ളവരുമായിട്ട് സത്യസന്ധതയോട് കൂടിയും സ്നേഹത്തോടു കൂടിയും നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരം ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല, നിങ്ങൾ ഈ പേഴ്സൺ ഇപ്പോൾ യാതൊരു തരത്തിലും വില കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും തിരുത്താനും സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, കാരണം ഈ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നിടത്ത് മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഈ പേഴ്സന്റെ പുറകെ വളരെയധികം സ്നേഹത്തോടെ നടന്നിട്ടുണ്ടാകാം, ഡെഡിക്കേഷനോട് കൂടി നടന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെയൊന്നും ഈ പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു തരത്തിലും വില നൽകുകയോ നിങ്ങളോട് സത്യസന്ധമായി നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ഈ വ്യക്തിക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മര്യാദയോട് കൂടിയുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കൃഷ്ണ ഡിവോഷൻ ആണ്. മേ ബി കൃഷ്ണ ഭക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഭജിക്കുക. ഓക്കെ, അതിപ്പോൾ കൃഷ്ണനായിക്കോട്ടെ, ഏത് ദൈവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മഹാവിഷ്ണു ആയിരിക്കാം, അല്ലെങ്കിൽ നരസിംഹമൂർത്തി, അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ദൈവത്തെ ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യുവർ കമ്മിറ്റ്മെന്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്, യു ആർ ലവ്ഡ് അൺകണ്ടീഷണലി. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ അടുത്തേക്ക് മുഴുവനായിട്ട് 100 മടങ്ങായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് സ്പിരിറ്റ് ഗൈഡ്സിനും നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നല്ലൊരു മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്കിനി ഏത് ഏഞ്ചലാണ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ആർക്കേഞ്ചൽ റാഫേൽ ആണ്. പ്രൊവൈഡർ ഓഫ് ഹീലിംഗ് ഫോർ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. മേ ബി ബ്രൗൺ ബട്ടർഫ്ലൈ, യെല്ലോ ബട്ടർഫ്ലൈ, ബ്ലൂ ബട്ടർഫ്ലൈ, ഇതിനെയൊക്കെ കാണുന്നുണ്ടാകാം. വെള്ളക്കുതിരകളിനെ കാണുന്നുണ്ടാകാം, വെള്ളക്കുതിര. അതുപോലെ റാബിറ്റ്, മുയലിനെ കാണുന്നുണ്ടാകാം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഇതൊക്കെ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ റാഫേൽ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലാണ് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്.
ഏഞ്ചലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മനസ്സിനും ശരീരത്തിനും അതുപോലെ സോളിന് ആത്മാവിനും നല്ല രീതിയിലുള്ള ഹീലിംഗ് വൈബ്രേഷൻസ് തരാൻ കഴിവുള്ള ഒരു ഏഞ്ചലാണ് ആർക്കേഞ്ചൽ റാഫേൽ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ റാഫേൽ ഏഞ്ചലിനോട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഈ ഏഞ്ചലിന് നന്നായിട്ട് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ശുദ്ധീകരണം ചെയ്യാനായിട്ടുള്ള കഴിവുള്ള മാലാഖയാണ്. മനസ്സിലായോ? അപ്പോൾ റാഫേൽ ഏഞ്ചലിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, ബ്ലാക്ക് മാജിക് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ നടന്നിട്ടുണ്ടാകാം. 23-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 3 നമ്പർ കിട്ടിയിട്ടുണ്ട്, 6-ാം തീയതി. അത് തീയതി തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ പ്രായമായിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പ്രായമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഏജ് ഡിഫറൻസസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. 4 കിട്ടിയിട്ടുണ്ട്, ആൽക്കഹോളിക് അഡിക്ഷൻ, ഓവർ കെയറിങ്, മൊബൈൽ അഡിക്ഷൻ, ലാക്ക് ഓഫ് കെയറിങ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് എനിക്ക് വലിയൊരു സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.